ശരിക്കും പറഞ്ഞാൽ ഈ പെർഫ്യൂമിൽ വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു നോട്ട് കൂടിയാണ് ലാവൻഡർ. ഒരുപക്ഷെ റോസിനേക്കാൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ലാവൻഡർ നോട്ട്. ഒരു റൊമാൻറ്റിക് ഓറ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നോട്ടുള്ളത് മാൻസറയുടെ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. 1-2 ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങുന്നത്. പിയറി മൊണ്ടാൻ എന്നുള്ള പെർഫ്യൂമറാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. 2017 മാൻസറ ഈ ഒരു പെർഫ്യൂം ഇറക്കിയത്. സോ ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലാവൻഡർ, ഫ്രഷ്, സ്പൈസി, വുഡി, അരോമാറ്റിക്, പൗഡറി, വയലറ്റ്, വാം, സ്പൈസി, ഫ്ലോറൽ, സിനമൺ, ലെതർ. നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ലാവൻഡർ, സിനമൺ, നട്ട്മെഗ്, സിട്രസ്, അഗർവുഡ്. മിഡിൽ നോട്ടിൽ വയലറ്റ്, ജാസ്മിൻ, പച്ചൂളി, റോസ്, സീ നോട്ട്സ്. ബേസ് നോട്ടിൽ ലെതർ, വുഡി നോട്ട്, വൈറ്റ് മസ്ക്, ആംബർ, വെട്ടിവർ. ഇത് സ്പ്രേ ചെയ്യാം. കയ്യിലുള്ളത് ടെസ്റ്ററാണ്. ടെസ്റ്റർ 120 ml ബ്ലാക്ക് ഗോൾഡ്, കറുത്ത പൊന്ന്. നല്ലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഒരു ബോട്ടിൽ. മാൻസറയുടെ എപ്പോഴും വരുന്ന ബോട്ടിൽ ഡിസൈൻ തന്നെയാണ്. അവിടെ മാൻസറയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ക്യാപ്പ്. സോ ഇതാണ് ബോട്ടിൽ പ്രസൻറ്റേഷൻ. മാൻസറയുടെ ബോട്ടിലിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഇനി ഇതിൻ്റെ മണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പെർഫ്യൂമിൽ വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു നോട്ട് കൂടിയാണ് ലാവൻഡർ. ഒരുപക്ഷെ റോസിനേക്കാൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ലാവൻഡർ നോട്ട്. ഒരു റൊമാൻറ്റിക് ഓറ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നോട്ടാണ് ഈ ലാവൻഡർ. റോസ് പലർക്കും ഫെമിലിയർ ആണ്, എങ്കിൽ ലാവൻഡർ അങ്ങനെയല്ല. ലാവൻഡർ ഒരു സർറിയലിസം അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ, അതും അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി നോട്ടായിട്ടാണ് ഞാൻ പലപ്പോഴും ഈ ലാവൻഡർ നോട്ടിനെ കണക്കാക്കുന്നത്. ഒരു വയലറ്റ്, പർപ്പിൾ കളർ, അതുപോലെ ഒരു ഫാൻറ്റസി നിറഞ്ഞൊരു നോട്ടാണ് ഒരു ലാവൻഡറിൻ്റെ മണം എന്ന് പറയുന്നത്. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, എങ്കിലും കാണിക്കാം. നല്ല ലാവൻഡറിൻ്റെ മണമാണ് വരുന്നത്. ഈ ലാവൻഡറിൻ്റെ മണം എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് സീസണിൽ ലാവൻഡർ ഫീൽഡിൽ, ലാവൻഡർ തോട്ടത്തിൽ, കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ലാവൻഡർ തോട്ടത്തിൽ നടുക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചെറിയ കാറ്റ് വീശുന്നുണ്ട്. ലാവൻഡർ പൂക്കളുടെ മണം എങ്ങും സുഗന്ധം പരത്തി വീശി അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാവൻഡർ പൂക്കളുടെ ഒരു ഹെവി ഡോസ് സ്മെല്ലാണ് നമുക്ക് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ മിഡിൽ നോട്ടിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് റോസ് നോട്ടുണ്ട്, സിനമൻ്റെ നോട്ടുണ്ട്, ഒരു സ്വല്പം സ്പൈസിനസ് ആയിട്ട് സിനമൺ, റോസ് നോട്ട്. ഡ്രൈ ഡൗണിൽ സാൻഡൽവുഡ് ക്രീമി ടച്ച് വരുന്ന ഒരു മണം. ഈ ലാവൻഡർ നോട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു റൊമാൻറ്റിക് ഫീൽ തരുന്ന ഒരു മണമാണ്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത്, തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ഓഫീസിലും പുറത്തേക്ക് നടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും രാത്രിയും ഒക്കെ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോട്ടാണ് ലാവൻഡർ നോട്ട്. ലാവൻഡറിൻ്റെ നോട്ടോടൊപ്പം തന്നെ കുറച്ച് പൗഡറി നോട്ടും വരുന്നുണ്ട്. ഒരു ലാവൻഡർ ഷവർ ജെൽ ടൈപ്പ് ക്ലീൻ നോട്ട്, ഇതിലൊരു മറൈൻ നോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ലാവൻഡറിൻ്റെ ഫ്ലേവറുള്ള ഒരു ഷവർ ജെൽ ഉപയോഗിച്ച് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഷവർ ജെൽ ക്ലീൻ മണം ഇതോടൊപ്പം ഉണ്ട്. അതുകൂടാതെ ഈ മണമുള്ള തിരികളുണ്ട്. തിരി കത്തിക്കുമ്പോൾ സുഗന്ധം പരക്കുന്ന സുഗന്ധക്കൂട്ടടങ്ങിയ ചില മെഴുകുതിരികൾ, സെൻറ്റഡ് കാൻഡിൽസ്. അതിൽ ലാവൻഡറിൻ്റെ ഫ്ലേവർ വെച്ചിട്ട് ലാവൻഡറിൻ്റെ നിറത്തിൽ, പർപ്പിൾ നിറത്തിലൊരു മെഴുകുതിരി ഉണ്ടാക്കി ലാവൻഡർ തൈലം പൂശി അത് കത്തിക്കുമ്പോൾ, അത് ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുകയും ആ ഒരു ഇൻസെൻസിൻ്റെ മണവും ലാവൻഡർ പൂക്കളുടെ മണവും ആ ഒരു മിസ്റ്റിക് ഓറ, അതാണ് ഈ ഒരു പെർഫ്യൂം. നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു സർറിയലിസം അടങ്ങിയ ഒരു പെർഫ്യൂമാണത്. നിങ്ങൾ ഏത് ഒക്കേഷനിൽ അടിച്ചാലും ആ ഒക്കേഷന് ചേരുന്ന രീതിയിലുള്ള ഒരു നോട്ടാണ് ലാവൻഡർ നോട്ട്. വെയിലത്തടിക്കാം, രാത്രി ഉപയോഗിക്കാം, പകൽ സമയത്ത് ഉപയോഗിക്കാം, റൊമാൻറ്റിക് ഒക്കേഷൻസിൽ ഉപയോഗിക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രണയത്തിലെപ്പോഴും വൺ സൈഡ് ലവേഴ്സാണ് കുറച്ചും കൂടി, അവരായിരിക്കും കൂടുതൽ ആത്മാർത്ഥത. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രണയത്തിൽ ആത്മാർത്ഥത എപ്പോഴും വൺ സൈഡ് ലവേഴ്സ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ. സോ അങ്ങനെ വൺ സൈഡ് ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ അവിടെ ആ ഒരു റൊമാൻറ്റിക് ഒക്കേഷൻ, നല്ലൊരു ബോണ്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പെർഫ്യൂംസ് ഉപയോഗിക്കാം. ലാവൻഡറിന് അങ്ങനെ ഒരു കഴിവുണ്ട്. റോസിൻ്റെ മണം എല്ലാവർക്കും അറിയാം, കാണാപ്പാടമാണ്. മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ റോസിൻ്റെ മണം എന്താണെന്ന് വരും. പക്ഷെ ലാവൻഡറിന് അങ്ങനെയല്ല. ലാവൻഡറിന് ഒരു പ്രത്യേക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോട്ടാണ് ലാവൻഡർ. അപ്പോൾ ഇതുപോലുള്ള ഒക്കേഷൻസിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പക്ക റൊമാൻറ്റിക് വൈബ് തരുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ വൺ സൈഡ് ലവേഴ്സ് ആയിക്കോട്ടെ, ഇനി ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, ഇതൊരു യൂണിസെക്സ് പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. ഓഫീസിൽ AC ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ക്ലീൻ, ഫ്രഷ്, സോഫ്റ്റ്, സ്പൈസി, ഫ്ലോറൽ, ഔട്ട് ഓഫ് ദ ഷവർ,
ഇതൊക്കെ തരുന്നൊരു പെർഫ്യൂം നിങ്ങൾക്ക് പള്ളികളിൽ പോകുമ്പോൾ ഉപയോഗിക്കാം, സ്കൂളുകളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, ചൂടുള്ള സമയത്ത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലാണ്. ഇപ്പോൾ മഴയുണ്ട്, വെളുപ്പാങ്കാലം രാത്രിയൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് നിങ്ങൾ ഒരു എന്തെങ്കിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണമോ ഷോപ്പിങ്ങോ എന്തെങ്കിലും വസ്ത്രം എടുക്കാനോ പുറത്ത് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി, മാൻസറുടെ ലോങ്ജിവിറ്റിയെ കുറിച്ച് ഞാൻ കൂടുതലും വിശദീകരിക്കേണ്ട. പിയറി മൊൻഡാലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 8 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി. 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനുണ്ട്. മണം കുറേ നേരം മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. സോ നല്ല സെൻട്രയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. കോംപ്ലിമെന്റ് ഫാക്ടർ സ്ഥിരം അടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂം. ഞാനിത് വസ്ത്രത്തിൽ അടിക്കാനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണേ വേണ്ടത് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു നോട്ടാണ്, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു നോട്ടാണ് ലാവണ്ടർ. പ്രണയിക്കുന്ന പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഭാര്യയുമായി നല്ലൊരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാം, കൂട്ടുകാരോട്ട് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം, വെറുതെ തനിച്ചിരിക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് മൂവി കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഈ ലാവണ്ടറിൻ്റെ നോട്ട്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ആ നോട്ട്. ചിലപ്പോൾ മനസ്സിൽ മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്മരണകൾ, ഓർമ്മകൾ, അതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ചില നോട്ടുകൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഫാൻറ്റസി നോട്ടാണ് ലാവണ്ടർ നോട്ട്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. 5 ml 10 ml ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി. ഇത് യുണീക്കാണ്. ലാവണ്ടറിന് മണം അല്പം യൂണീക്കായിട്ടുള്ളൊരു ഫ്ലേവറാണ്. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂം പോലെയല്ല, യൂണീക്കായിട്ടുള്ള പെർഫ്യൂം. ഓഫീസിൽ യൂസ് ചെയ്യാനും 4 ആൾ നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം. അതാണ് മാൻസറ ബ്ലാക്ക് ഗോൾഡ്, കറുത്ത പൊന്ന്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണേ വേണ്ടി തീരുമാനിക്കുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വാങ്ങണേ വേണ്ടോ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. താങ്ക് യു സോ മച്ച്.